പോകും 2 പെണ്ണുങ്ങളും കൂടെ, എൻ്റെ അമ്മയും ചേച്ചിയും കൂടെ. അവരെ വിചാരം എനിക്കൊന്നും ഉണ്ടാക്കാൻ അറിയില്ലെന്നാണ്. പക്ഷെ ഇതൊക്കെ ഞാൻ വന്ന് എനിക്കറിയത്തില്ല ഞാൻ എങ്ങനെയൊക്കെ ഗസ്റ്റ് ചെയ്താണ് ഉണ്ടാക്കുന്നത്. എല്ലാവരും കഴിച്ചിട്ടേ കുറ്റം പറയാൻ മാത്രം അറിയാം. അതുകൊണ്ട് ഇനിയിപ്പോ ഞാൻ ഇവരെ വായിച്ചിട്ട് മൊത്തം കേട്ടിട്ട് ഞാൻ ഇനിയും കിച്ചണിൽ നിൽക്കണോ ഒരു പറയണം കേട്ടിട്ട്? എനിക്ക് പ്രശ്നം എന്തായി കഴിഞ്ഞാൽ അപ്പം ഞാൻ അവിടെ നിന്ന് ഇറങ്ങും. ഇനി എനിക്ക് കേൾക്കാൻ പറ്റത്തില്ല. ഇത്രയും കേട്ടിട്ട് ഞാൻ അവിടെ നിൽക്കണോ, നോക്കി കൊടുക്കണോ? ഞാൻ തോന്നുന്നു പച്ചവണ്ടി കൊണ്ട് കൊടുക്കാൻ വേണ്ടി വന്നവളാണോ? ഇവരെപ്പോഴും ഞാനും നോക്കുന്നു. എന്തെങ്കിലും ഒന്ന് അരിഞ്ഞു തരാനോ ഒന്ന് സഹായിക്കണോ വിളിച്ചു കഴിഞ്ഞാൽ ഒരു 100 പ്രാവശ്യം വിളിക്കണം. ആരും അറിഞ്ഞൊന്നും സഹായിക്കത്തില്ല. അറിഞ്ഞൊന്ന് സഹായിക്കുന്നത് ചോദിക്കുന്നത് ഈ മനുഷ്യൻ മാത്രമേ ഉള്ളൂ. അവർക്കറിയത്തില്ല. ഒരു കറി ഉണ്ടാക്കാൻ പറഞ്ഞ് ഉണ്ടാക്കും അവര്. ഞാൻ ഈ ബിഗ് ബോസിൽ ഇതൊക്കെ ഉണ്ടാക്കി പഠിക്കാൻ വേണ്ടി പഠിച്ചിട്ട് വന്ന ഒരാളാണോ? എനിക്കറിയാമോ ഇതൊക്കെയാണ് കിട്ടുന്നത്, ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കേണ്ടതെന്നുള്ളത്? അയാളപ്പോ അങ്ങനെ ഇരുന്ന് കേട്ടോളൂ. അതാ വേണ്ടത്, അതാണല്ലോ വേണ്ടത്. അതിനാണോ ഒക്കെ ആളെ വേണ്ടത്. പറ്റിയ ആളെ കിട്ടുകയും ചെയ്തു. ഓളെല്ലാ തെറ്റുകളും ഇങ്ങനെ ശരി വെച്ച് കൊടുക്കണം. അതാണ് ഓക്ക് വേണ്ടത്. മനസ്സിലാവുന്നില്ല അവൾക്ക് അവളുടെ പ്രശ്നം എന്താണ്. അതേ സ്വഭാവം തന്നെ അനീഷിന്റെ. കേക്കില്ലല്ലോ. പിന്നെ പിടിച്ച അനീഷ് വരെ നന്നായിരിക്കാം. വീണ്ടും ഒറ്റടിക്ക് മാറിയല്ലോ. അവൻ പറഞ്ഞോളൂ സപ്പോർട്ട് ഫേവറിറ്റിസം സെലക്റ്റീവ് എല്ലാവർക്കും ഈക്വൽ ആയിട്ട് ഷെയർ ചെയ്യണം എന്ന് പറയുന്ന ഒരു സാധനം എടുക്കുന്നില്ല. സാബുവിന് കൂടുതൽ കിട്ടി, സാബുവിന് കൂടുതൽ കിട്ടി. അതെന്താന്ന് മനസ്സിലാവുന്നില്ല. ഈ സാബുവിന് കൂടുതൽ കിട്ടി. സാബുവിനാണ് ഏറ്റവും കുറച്ച് കിട്ടിയത്. അതെങ്ങനെയാ? ഞാൻ പറഞ്ഞുതരാം. ഇവിടെ എത്ര ചോറുണ്ടെങ്കിലും കുറഞ്ഞ കൂട്ടാനുണ്ടെങ്കിൽ ആ കുറഞ്ഞ കൂട്ടാൻ വെച്ച് ഈ മൊത്തം ചോറും കഴിക്കാനും നമുക്കറിയാം. കുറഞ്ഞ ചോറുണ്ട്, കൂടുതൽ കൂട്ടാനുണ്ടെങ്കിലും ഈ കൂടുതൽ കൂട്ടാൻ വെച്ചിട്ട് ഈ കുറഞ്ഞ ചോറ് കഴിക്കാനും നമുക്കറിയാം. അപ്പൊ കൂടുതൽ ഇനിയും ഇടുന്നത് അതിന് കൂടെ ഞാൻ ഇട്ടു. അപ്പൊ ഇന്ന് കുറച്ച് ചോറ് കൂടുതൽ വന്നു. അതിന് വേസ്റ്റ് ഒക്കെ ഞാൻ സമ്മതിക്കില്ല. അപ്പോഴാണ് അതുകൊണ്ടാണ് ഞാൻ ആ തോരൻ കുറച്ച് മാറ്റി വെച്ചത്. നമുക്ക് ചിന്തിച്ചൂടെ? വെറും ചോറായാലും കഴിക്കുവോ? ഈ നെവിനൊക്കെ ആണെങ്കിൽ ഇടയ്ക്ക് ചോറൊക്കെ കഴിക്കാറുണ്ട്. ഞാൻ ആദ്യം മുതലേ ഉള്ള കാര്യങ്ങളാണ്. ഇപ്പൊ ചോറ് വേസ്റ്റ് അതായത് ബാക്കി വന്നാലും ഞാൻ കുറച്ച് കറി മാറ്റി വെക്കും. എല്ലാവരും കൊടുത്തിട്ട് തന്നെയാണ് ഞാൻ മാറ്റി വെക്കുന്നത്. പിന്നെ ഇനി അതും വേണമെന്ന് പറയുന്നത് എന്താണ് എനിക്ക് മനസ്സിലാവുന്നില്ല. അന്ന് നിർത്തിയതാണ്. ഞാൻ കിച്ചണിൽ കയറുമ്പോൾ മനുഷ്യർക്ക് കുട്ടി കൊടുക്കില്ലാന്ന്. പിന്നെ കുറച്ച് ദിവസം കൂടെ ഇല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ടാണ് ഈ നെവിന്റെ അക്ബറിന്റെ പ്രശ്നം വന്നുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോ കിച്ചണിൽ കയറി ഉണ്ടാക്കിയത്. വേറെ ആർക്കും അറിയില്ല. ആദ്യം നൂറയ്ക്ക് അറിയത്തില്ല, സാവുമാൻ അറിയത്തില്ല, വേറെ ആർക്കറിയാം? അവരെ പോലെ വന്ന ആളല്ലേ ഞാനും. അവർക്കുണ്ടാക്കി പഠിച്ചൂടെ? ഇതൊക്കെ ഞാൻ വീട്ടിലുണ്ടാക്കി പഠിച്ച് ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ടില്ലാത്ത സാധനം. എൻ്റെ അമ്മയ്ക്ക് ഇത് കേട്ടാൽ ഭയങ്കര സന്തോഷം തോന്നും. ഞാൻ ഇതൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നതാണിപ്പോ എനിക്ക് സന്തോഷമാണ്. 8 പേർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരി പോലും പഠിക്കാൻ കൊടുത്ത ഞാനാണ്. ഇവിടെ വന്നാണ് തന്നെ ഞാൻ ചെയ്യുന്നത്. അല്ലാതെ നോക്കണ്ട, അതായത്